ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനുമോളും ജിസയിലും തമ്മിലുള്ള ആ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു അഭിലാഷിനെയാണ് ലൈവിൽ കണ്ടത്. അനുമോളോട് സംസാരിച്ചപ്പോൾ അനുമോൾ ഈ ഒരു വിഷയത്തെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഒരു ലൈനാണ്. ജിസയിലിനോട് ഇനി മേലാൽ സംസാരിക്കില്ല, മൈൻഡ് ചെയ്യില്ല എന്നുമാണ് അനുമോള് പറയുന്നത്. ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ് ആണ് എന്നുള്ളൊരു രേണുസുതി അക്ബർ ഇഷ്യൂ ഇല്ല, രേണു ക്ഷമിച്ചിട്ടില്ല എന്നൊരു കാര്യമൊക്കെയാണ് അനുമോള് പറയുന്നത്. അതേപോലെ ഇതും ഇങ്ങനെ നീണ്ടു പോയിക്കോട്ടെ, എവിടം വരെ പോകുന്നു അവിടം വരെ പൊക്കോട്ടെ, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് അനുമോള് സംസാരിക്കുന്നത് അഭിലാഷിന്റെ അടുത്ത്. ജിസയിലിനോട് അഭിലാഷ് സംസാരിച്ചപ്പോൾ ജിസയിൽ ഈ രീതിയിലേ അല്ല സംസാരിക്കുന്നത്. എന്നെ അവള് ഫിസിക്കലി ഹേർട്ട് ചെയ്തിട്ടും ഞാൻ അവളോട് ക്ഷമിക്കാൻ തയ്യാറാണ്, അനുമോളോട് സംസാരിക്കാൻ തയ്യാറാണ്, കോംപ്രമൈസ് ആക്കാൻ തയ്യാറാണെന്നൊക്കെയാണ് ജിസയിൽ പറയുന്നത്. അതൊക്കെയാണ് അഭിലാഷിനോട് പറഞ്ഞത്. അപ്പൊ അഭിലാഷ് പറയുന്നുണ്ട്, നിനക്ക് ഓക്കെ ആണെങ്കിലും അനുമോള് ഈ ഒരു കാര്യത്തിൽ ഓക്കെ അല്ല, സംസാരിക്കാൻ തയ്യാറല്ല എന്നൊക്കെയാണ് അനുമോള് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിസയിൽ പറയുന്നത് ഈ റൈവൽറി ആയിരിക്കും അവളുടെ ഗെയിം. എനിക്ക് അങ്ങനെയല്ല, നമ്മൾ ഇവിടെ ഒരു ഗെയിം കളിക്കാനായിട്ടാണ് വന്നത്, ഐ വിൽ ബി കോഡിയൽ, നമ്മൾ കോഡിയലായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. അങ്ങനെയൊക്കെയാണ് ജിസയിൽ പറയുന്നത്. ഈ ഒരു വിഷയത്തില് ഒരു മെച്യൂരിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാല് മെച്യൂരിറ്റി കാണിക്കുന്നതായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും ജിസയിലാണ്. ഇതൊരു ഗ്രഡ്ജായിട്ട് വെക്കാൻ ജിസയിൽ താല്പര്യപ്പെടുന്നില്ല. എനിക്കൊരു വളരെ ചെറിയ ഈഗോ ആണ് ഉള്ളത് എന്നൊക്കെ ജിസയിൽ നമ്മുടെ റെന ഫാത്തിമയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾക്ക് ഇത് മാക്സിമം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഗെയിം ഷോയിലേക്ക് ചെല്ലുമ്പോൾ തർക്കങ്ങളും വഴക്കുകളൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ ആ ഒരു വഴക്കിന് ശേഷം നമ്മുടെ ഒരു അപ്രോച്ച് എന്തായിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ ഒരു മെച്യൂരിറ്റി ലെവൽ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ അനുമോൾ അത്രയധികം ഹേർട്ട് ആയിരുന്നിരിക്കാം ഇന്നലെ. ഞാൻ അനുമോളെ തീർച്ചയായിട്ടും കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷെ ഒന്ന് സംസാരിച്ച് സോൾവ് ആക്കാൻ ശ്രമിക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഒരു 0 എഫേർട്ടാണ് അനുമോൾ ആ കാര്യത്തിൽ എടുക്കുന്നത്. കാരണം ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് മറ്റേ ഇന്നേഴ്സ് കേസിൽ നിന്നാണ്, മറ്റേ അണ്ടർവെയർ ഹുക്കി കാണിച്ചെന്നുള്ള ഒരു കേസിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങി ഗ്രഡ്ജ് വെച്ച് ചെറിയൊരു കയ്യാങ്കളിയിൽ വരെ കാര്യങ്ങൾ ഇന്നലെ എത്തി. എല്ലാം ഒരു ഗെയിം സ്പിറ്റിലെടുത്ത് അന്നേ കോംപ്രമൈസ് ആക്കുമായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ എല്ലാം ക്ലിയർ ആയേനെ. അന്നാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് അതിന് ശ്രമിച്ചതുമാണ്. എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ഫൈറ്റില് പ്രേക്ഷകർ ആരുടെ ഭാഗത്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയണം. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.